ശാസ്ത്രലോകം ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് കൈയടിക്കുന്നതോടുകൂടി ഹൃദയത്തിന്റെ ആരോഗ്യം കൂടി മെച്ചപ്പെടുന്നു. അതുകൊണ്ട് എപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടിയാലും ഒരാളെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിലും കൈയടിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. വേറെ ലോകത്ത് വേറെ മാമൽസ് തന്നെ നമ്മുടെ പ്രൈമേറ്റ്സിന് മാത്രം ചിമ്പാൻസിക്കൊക്കെ ഉണ്ട്, മനുഷ്യൻ കൂടാതെ ചിമ്പാൻസിക്കൊക്കെ ഈ കഴിവുണ്ട്. പക്ഷെ ഇതുപോലെ ശബ്ദം വരത്തില്ല. അപ്പൊ നമുക്ക് മാത്രമുള്ള ഒരു കഴിവാണ് 10 പേരിൽ അല്ലേ കൂട്ടിയടിക്കുമ്പോൾ ഈ ശബ്ദം ഉണ്ടാവും. വീട്ടിൽ അമ്മയച്ഛനും വഴക്കിടുമ്പോൾ പറയേണ്ടത് നിങ്ങൾ ഇതാണ്, 2 കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അമ്മ ഒന്ന് അടങ്ങമ്മേ, അച്ഛനൊന്ന് അടങ്ങ. അച്ഛനോടാണ് സ്നേഹം എന്നുണ്ടെങ്കിൽ അച്ഛനോട്. വഴക്കില്ലാതായ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ക്ഷമയാണ് വീട്ടിൽ. ഇനി അടുക്കളയിൽ വേറൊരു സാധനം ഇരിപ്പുണ്ട്, പേര് കേട്ടാൽ ഞെട്ടിപ്പോവും. ഫെനുഗ്രീൻ എല്ലാവർക്കും അറിയാല്ലേ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. ഇംഗ്ലീഷ് സാധാരണ പെൻസിലാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജൂൺ തുടങ്ങി ഭവാനി ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. ടീച്ചർ പറഞ്ഞു 2 വരെ കോപ്പി എടുക്കണം, 2 ലൈൻ. നമുക്ക് എല്ലാ പാഠപുസ്തകങ്ങളും മേടിക്കുന്ന കൂട്ടത്തിൽ ടെക്സ്റ്റ് ബുക്ക് കൂട്ടത്തിൽ 2 ലൈനും ഉണ്ട്. അപ്പൊ ആ ടീച്ചർ എന്തിനാണ് 2 വരെ കോപ്പി എഴുതുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തിനാണ് 2 വരെ എഴുതുന്നത്, നമ്മളിപ്പോൾ നിങ്ങൾക്ക് എഴുതണ്ട അല്ലേ, എഴുതണം നിങ്ങൾക്ക് ചിലവർക്കൊക്കെ. എന്തിനാണ് 2 വരെ കോപ്പി എഴുതുന്നത്? ഉദാഹരണത്തിന് ഈ ഉറുമ്പുകൾ എങ്ങനെയാണ് വരിവരിയായി നടക്കുന്നത്, ആകാശത്ത് മഴവിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ നക്ഷത്രങ്ങൾക്ക് എന്താണ് ഇത്ര തിളക്കം, അങ്ങനെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ജനിക്കണം. എന്ത്, എങ്ങനെ, എന്തുകൊണ്ട് തുടങ്ങിയ ചോദ്യങ്ങളാണ് പുതിയ അറിവുകളിലേക്കുള്ള താക്കോൽ. നമ്മളുടെ കണ്ണുകളും കാതുകളും തുറന്നു വെച്ച് നാം ചുറ്റുപാടുകളെ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ചുറ്റുപാടുകളെയും നിരീക്ഷിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ പഠിക്കണം. ഒപ്പം തന്നെ ആടിയും പാടിയും അറിവ് നേടിയും ഈ ക്യാമ്പ് നിങ്ങൾക്കൊരു ആഘോഷമായി മാറട്ടെ. അവധിക്കാല ക്യാമ്പ് ഏവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ശ്രീ സത്യനാരായൺ സാറിനും ക്വസ്റ്റ് കുട്ടിക്കൂട്ടത്തിലെ മറ്റ് സംഘാടകർക്കും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ടും ഏവർക്കും നല്ലൊരു അവധിക്കാലം ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.